ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. ഡേറ്റാബേസുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം വായിച്ചു നോക്കാം. Application Office LibreOffice Base. LibreOffice Base തുറന്ന് ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡേറ്റാബേസ് ഫയൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഫയൽ തുറക്കുക. books.odb. ഹോമിൽ നിന്നും ഡോക്യുമെന്റ്സിൽ നിന്നും books.odb എന്ന ഫയൽ തുറക്കുക. ഈ ഫയലിനായിട്ട് ഒരു ക്വറി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഇതിനെ സേവ് ആസ് ചെയ്യണം. ഫയൽ സേവ് ആസ്. ഹോമിലെ exam10 ഫോൾഡറിൽ സേവ് ചെയ്യണം. ക്വറീസ് ടാബിൽ നിന്നും യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി ക്ലിക്ക് ചെയ്യുക. ഉൾപ്പെടുത്തേണ്ടുന്ന വിവരങ്ങൾ ബുക്ക് നെയിം, റൈറ്റർ, കാറ്റഗറി എന്നിവയാണ്. ബുക്ക് നെയിം, റൈറ്റർ, കാറ്റഗറി എന്നിവ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. Sort by category, ascending. Next, fields category is equal to novel, next button അമർത്തുക. വീണ്ടും നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുക. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്വറി നമുക്ക് ലഭ്യമാകുന്നു. ആരാച്ചാർ, KR മീര നോവൽ, പാത്തുമ്മയുടെ ആട്, വൈക്കം മുഹമ്മദ് ബഷീർ നോവൽ എന്നിങ്ങനെ ആ ക്വറി നമുക്ക് ലഭ്യമാകുന്നു. ക്വറിയിലെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കണം. അതിന് ക്വറി ക്ലോസ് ചെയ്യാം. റിപ്പോർട്ട്സ് മെനുവിൽ നിന്നും യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട്. അവൈലബിൾ ഫീൽഡ്സിനെ എല്ലാം ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, 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 ഫിനിഷ്. നമുക്കിവിടെ റിപ്പോർട്ട് ലഭ്യമായിരിക്കുന്നത് കാണുക. ലിബ്രെഓഫീസ് റൈറ്ററിൽ നമുക്ക് ആ റിപ്പോർട്ട് ലഭ്യമായിരിക്കും. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.